നിങ്ങൾ പോയി ചാവ്. നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പണം കണ്ട് ഒരുത്തിനോട് വിളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ ഞാൻ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. അതാ പറഞ്ഞ ചാവ്. നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജിന? ആണ്. ഞാൻ ഇടപെട്ടെ. എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സജിന നൂർ, തീർച്ചയായിട്ടും സജിന ഫിറോസ് ഖാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. ഇതിനു മുന്നേ ബിഗ് ബോസ് സീസൺ 2 വന്ന് മലയാളികളുടെ സ്നേഹം ഏറ്റുവാങ്ങിയ 2 താരങ്ങളാണ്. അതിനുശേഷം മലയാളികളുടെ ഇടയിൽ തീർച്ചയായിട്ടും ഇവർക്ക് നല്ല സ്വീകാര്യത തന്നെ ഉണ്ടായിരുന്നു. വെച്ചടി കയറ്റം തന്നെയായിരുന്നു. ബിഗ് ബോസ് സീസണിന് ശേഷം അവർ ഇറങ്ങിയതിന് ശേഷം അവർ സീരിയലിലായാലും അതുപോലെ തന്നെ സിനിമയിലായാലും ടെലിവിഷൻ രംഗത്തായാലും നല്ല പെർഫോമൻസ് തന്നെയാണ് അവർ കാഴ്ചവെച്ച് മുന്നോട്ട് വന്നിരുന്നത്. ഏതായാലും അവരുടെ ഒരു അവിഹിതം, റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള അവിഹിതം പിടിച്ച സമയത്ത് അവർ സംസാരിക്കുന്ന ഭാഷയാണ് നിങ്ങൾ ആദ്യം തന്നെ കണ്ടത്. എനിക്ക് പണമാണ് വേണ്ടത്, പണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെയാണ് സജിന പറയുന്നത്. ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇതിൻ്റെ മുന്നേ ഇവരുടെ വൈവാഹിക ജീവിതം പിരിഞ്ഞതിന് ശേഷം എനിക്ക് ഇവരോട് വലിയ റെസ്പെക്റ്റ് ആയിരുന്നു. കാരണം ചളിവാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാതിരുന്ന ഏക താരങ്ങളായിരുന്നു ഇവർ. രണ്ടാളും സെൽഫ് റെസ്പെക്റ്റോട് കൂടി തന്നെ പെരുമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ബഹുമാനം തോന്നിയിരുന്നു. എന്നാൽ അതിനുശേഷമാണ് സജിന ഒരു വീഡിയോവുമായിട്ട് അവരുടെ ചാനലിൽ വരുന്നു. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ എന്നെ ജീവിക്കാൻ പോലും ഫിറോസ് ഖാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെപ്പോലും അദ്ദേഹം വെറുതെ വിട്ടിരുന്നില്ല എന്നും, ഞാനൊരു ഷൂട്ടിന് പോയ സമയത്ത് ഒരാളെ കിസ് ചെയ്യുന്നത് വരെ ഞാൻ നേരിട്ട് കണ്ടു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മലയാളികൾ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരയുന്ന സജിനയാണ് നമ്മളെല്ലാവരും കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഫിറോസ് ഖാനെ തെറ്റിദ്ധരിച്ചു. അദ്ദേഹം ഒരു വൃത്തികെട്ടവനാണ് എന്ന് വരെ നമ്മൾ വരെ പറയേണ്ട ഒരു അവസ്ഥ വന്നു. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ കൂടി വേണ്ടിയാണ് ഈ വീഡിയോ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു എൻ്റെ ചുറ്റുമുള്ളത് ക്രിമിനലുകളാണ് എന്നും, തീർച്ചയായിട്ടും അവർക്കെതിരെ നല്ല തെളിവുകളുമായിട്ട് ഒരു നാൾ ഞാൻ രംഗത്ത് വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞുകൊണ്ട് സജിനയുടെ കൊള്ളരുതായ്മകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന വീഡിയോ തന്നെയാണ്. മലയാളികൾ ഇതുവരെ കാണാത്ത ഒരു കാര്യം. തീർച്ചയായിട്ടും ഗർഭത്തിന് 3 കോടി വരെ ആവശ്യപ്പെടുന്ന ഓഡിയോ അതിലുണ്ട്. ഏതായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്പിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. കാരണം ഇവരുടെ മുഖം മലയാളികളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. ഇതിനകത്ത് നിന്ന് കളിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര കളർ പോകും. എനിക്കിത് നിങ്ങളല്ല, എനിക്ക് പേടിയായി തുടങ്ങി. നിങ്ങൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് കളി കളിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഈ സംസാരിച്ചെല്ലാം റെക്കോർഡാണ്. ഞാൻ ഇതെല്ലാം എടുത്തല്ലെങ്കിൽ ഞാൻ അച്ചാനിട്ട് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞാൻ അച്ചാനിട്ട് കൊടുക്കും. മനസ്സിലാക്കണമല്ലോ അവര് മനസ്സിലാക്കണമല്ലോ. ഇതിനകത്ത് ഇങ്ങനെയൊക്കെ A to Z ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡാ. അതെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കണം. എനിക്ക് ഇപ്പൊ പേടിയാണിക്ക. ഇപ്പൊ ഞാനാണ് ഗെയിം കളിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് പേടിയായി. എന്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഗെയിം കളിച്ച് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ച് എനിക്കിപ്പൊ പേടിയാണ്. ഹലോ എന്റെ ഫ്രണ്ട്സിനെ തന്നെ, ആ ഫ്രണ്ട്സിനെ തന്നെയാണല്ലോ വിളിച്ച് നിങ്ങൾ ഈ കളി കളിച്ചോണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ട്സിനെ വിളിച്ച് തന്നെയാണല്ലോ നിങ്ങൾ എനിക്കിട്ട് എതിരായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നിനക്കെതിരെ ഗ്യാങ് അപ്പ് ആകരുത് എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളിപ്പം ഏറ്റവും വൾണറബിൾ ആക്കി നിൽക്കുന്ന സമയമാണ്. അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അവളുടെ കൂടെ ആരുമില്ല. നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നല്ല കുഞ്ഞായിട്ട് അത് നല്ലതായിട്ട്. ഞാൻ ഇത്രയും അവൾ എന്നെ ദ്രോഹിച്ചിട്ട് പോലും ഞാൻ അവളെ കൂടെയാണല്ലോ നിൽക്കുന്നത്. എന്ത് ദ്രോഹിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്. ഇതുപോലുള്ള നിങ്ങൾ വരുത്തി വെച്ച വാക്കുകളാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് ഞാൻ എൻ്റെ ലൈവ് വരേണ്ട ഗതികേട് വന്നത്. ഇത് ഇത് വെളിയിലോട്ട് പറയേണ്ട അവസ്ഥകൾ ഇതുപോലെ എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അതും വെളിയിലോട്ട് പറയേണ്ട ആവശ്യം വന്നത്. അപ്പോൾ ഏതായാലും സജിനയും റസൂൽ പൂക്കുട്ടിയുമായുള്ള സംഭാഷണങ്ങളാണ് നമ്മളെല്ലാവരും കാണുന്നത്. ലോകം തന്നെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന 2 താരങ്ങളാണ് ഇത്. നിങ്ങൾ ആലോചിക്കണം. റസൂൽ പൂക്കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഓസ്കാറിൻ്റെ നേതാവാണ്. പക്ഷേ ഒരു പെണ്ണിൻ്റെ മുന്നിൽ കേമയോടെ തായ്മയോടെ പുച്ഛ
മനോഭാവത്തോടു കൂടി വളരെ താഴ്മയോടുകൂടി പെരുമാറുന്ന റസൂൽ പൂക്കുട്ടിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം ഇത്തരത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് എന്ന് മലയാളികൾ ഒരിക്കലും കരുതി കാണുകയില്ല. വളരെ സങ്കടം തോന്നുകയാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഓർമ്മ വരുന്നത്. ഇത്തരം വൃത്തികേടിന് പോകുന്ന സമയത്തൊന്നും അദ്ദേഹത്തിന് ഓർമ്മ വന്നിരുന്നില്ല. ഇനി അങ്ങോട്ട് പോകുന്ന ഓഡിയോ ക്ലിപ്പുകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പെട്ടുപോയതാണ് എന്നും പ്രൊട്ടക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സജിന ഇങ്ങോട്ട് പറഞ്ഞു തന്നില്ല എന്നൊക്കെയാണ് റസൂൽ പൂക്കുട്ടി പറയുന്നത്. പാവം മോൻ, അതുപോലും അറിയാത്ത ഈ മനുഷ്യനാണ് ഇത്തരത്തിൽപ്പെട്ട വൃത്തികേടിന് പോകും. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അദ്ദേഹമൊക്കെ ഒരു ആഗോള താരമാണ്. കാരണം ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യക്ക് പുറത്ത് വരെ നല്ല സ്വീകാര്യതയുള്ള ബഹുമാനമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഫീൽഡിലൊക്കെ അദ്ദേഹം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫീൽഡിലും അദ്ദേഹം വൃത്തിയായിട്ട് വർക്ക് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് ഒരു 5-8 മിനിറ്റുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് വ്യക്തമായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് ഈ സജിന എന്ന് പറയുന്ന താരത്തിൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫിറോസിനെതിരെയുള്ള നമ്മുടെ തെറ്റിദ്ധാരണ മാറ്റാനും കൂടി നമ്മുടെ ഈ വീഡിയോ സഹായിക്കും. പോവാം. അല്ല, ഞാൻ ചോട്ടെ, ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാനത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയി അവിടെ എല്ലാം അതിൻ്റെ എല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. ആ മറ്റേ വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതെന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങൾ മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന നമുക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുവാണോ അന്നേരം? ഇപ്പൊ കുറച്ച് മിനിറ്റ് ഉമ്മ അടുത്ത് പറഞ്ഞല്ലോ നിങ്ങള്. അത് സജിന നിർബന്ധിച്ച് ഉമ്മ, ഞാൻ സജിനയുടെ ഉമ്മ എന്നോട് അവൾ പറഞ്ഞില്ല, പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിക്കോഷൻ എടുത്തിരുന്നെന്ന് പറഞ്ഞത്. മറ്റേത് പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്കത് എൻ്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പേടി ആ കുഞ്ഞു മാത്രമാണ്. എനിക്കിനി ഒരു ജീവിതം വേറൊരാണുമായിട്ട് ഇല്ലാതാണ്. അപ്പം എനിക്ക് എന്തായാലും എൻ്റെ ലൈഫിൽ എനിക്ക് അവിടെ നിന്ന് സംസാരിച്ചു, നമ്മളെല്ലാം ഓക്കെ ആയതിനു ശേഷമാണല്ലോ ആ സംസാരം ഫിറോസ് പറഞ്ഞല്ലോ. ഞാനിപ്പോ എന്റെ മെസ്സേജ് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ അതായത് ഈ കുഞ്ഞ് അന്നമ്മ പറഞ്ഞ കണക്ക് ഇനി ഇത് നിങ്ങളുടേതാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുക, അതിനുള്ള റിസൾട്ട് ഞാൻ അത് എടുത്തു തരാം. അതും വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് നാളെ നിങ്ങൾ അതും പറയും. അതും പറയുന്നുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിന്നോട് ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ക്ഷമയോടെ കേൾക്കണം. ഓക്കെ, എല്ലാവരും സംസാരിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷമാണ് നീ എന്നോട് ഈ കാര്യം പറയുന്നത്. മോനെ ഒന്ന് പൊയ്ക്ക്, അവിടെ പോയിരുന്നേ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു, മനസ്സിലായോ? വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങളെ കുഞ്ഞു പോയോണ്ടോ? നീ അങ്ങനെ അല്ലല്ല, നിങ്ങളെ കുഞ്ഞു പോയെന്നോ? അത് ഞാൻ ചോദിക്കട്ടെ, ഹാപ്പി കിട്ടാൻ വേണ്ടിട്ടോ, നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിട്ടോ വരാൻ പോകുന്നത് അതിനകത്ത്? ആ കുഞ്ഞു പോയെന്നുള്ള സങ്കടത്തില് റസൂൽ പൂക്കുട്ടി കിടന്ന് കരയല്ലല്ലോ ചെയ്യുന്നത്. അതെന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ അവിടെ. അതിന്റെ ഇടയ്ക്കും ഈ കുഞ്ഞ് പോകുന്നതിന്റെ ഇടയ്ക്കും ഞങ്ങൾ ചോദിച്ചത്, ഞാനും അന്നമ്മയും കൂടെ, ഈ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വേണം. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഞാൻ അന്ന് പറഞ്ഞേനെ, അന്നേരവും നിങ്ങൾ അപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞേനെ എന്ന് വിചാരിക്കുന്നത്. കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് യുഎഇയിൽ നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിങ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിങ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴായാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നമ്മ ഇതുപോലെ സംസാരിച്ച സമയത്തും അന്നേരവും ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇല്ല അന്നമ്മ എന്തായാലും ഇത്രയും തീരുമാനം ഞങ്ങൾ രണ്ടും തീരുമാനിച്ചെടുത്തല്ലേ, ആ കുഞ്ഞിനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നെങ്കിൽ അന്ന് ഞാൻ ഇക്കാലത്ത് പറഞ്ഞേനെ, ഇത് പോയി എനിക്ക് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തരണേ, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ നിങ്ങള് എന്റെ അടുത്ത് കാണിക്കുന്ന, അതുകൊണ്ട് ഈ കുഞ്ഞു നീ എങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യേണ്ട
ഒരു എത്തിക്സ്, ഒരു 2 പാർട്ട്നേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത, അത് നീ കാണിച്ചിട്ടില്ല. എന്ത് കാണിച്ചിട്ടില്ല? നിങ്ങൾ സ്നേഹത്തോടല്ലേ എന്റെ കൂടെ വന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ നിൽക്കുന്നില്ല. അല്ലല്ല, നിങ്ങൾക്ക് വേണ്ട, ഞാൻ എഴുതാൻ പറ്റേ വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ ഇന്ന് പീഡിപ്പിച്ചു ഉള്ള അഴിമതി എല്ലാം ചെയ്തിട്ട് അള്ളാഹെ പിടിച്ചിടും. അത് കണക്ക് സാത്താൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് റസൂൽ എന്ന് പേര്. പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം സംസാരിക്കാൻ നിൻ്റെ സാധനം എടുത്ത് എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഉമ്മ എടുത്ത് വെച്ച് എങ്ങനെ തോന്നുന്നു ഇവർക്കിത് പറയാം? പിടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണല്ലോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയരുത്, അല്ലെങ്കിൽ നിങ്ങളെ ബലമായിട്ട് അവിടെ കൊണ്ട് ഇപ്പൊ എന്റെ ഉമ്മയെടുത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗ് അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോ നിങ്ങൾ അത് പയ്യെ ട്രാക്ക് മാറ്റി. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? ഇനി ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ ആ കുഞ്ഞു പോയെന്ന്? എങ്ങനെ ഇതിനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് എന്റെ അടുത്ത് ഡ്രാമ, നല്ല കുഞ്ഞിനെ നമുക്ക് നോക്കണം. നിർബന്ധിക്കണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, എന്റെ വീട്ടുകാരെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മയുടെ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയ്ക്ക് പേടി കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അന്നമ്മയോട് സംസാരിച്ച് എന്താ പറഞ്ഞത്? അത് ശരിയാണമ്മ, നല്ല കാര്യം, അത് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അത് വേണ്ടാന്ന് വെക്ക് എന്ന്. ഒരു കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ അംഗീകരിച്ച് ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ് റസൂലെ, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. അത് ഞാൻ ഈ സമയത്ത് എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ച സാധനമാണ്. ആ സാധനമാണ് നിങ്ങൾ പറഞ്ഞത്. അന്നമ്മ നീ പറഞ്ഞു മനസ്സിലാക്കുക, ആ കുഞ്ഞിന് നമുക്കിപ്പോൾ ശരിയാകത്തില്ല, നമുക്ക് വേണ്ട, അത് വേണ്ടാന്ന് വെക്ക് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് കുഞ്ഞ് മരിച്ചെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു വ്യക്തി ആവണ്ടേ റസൂൽക്ക? നീ എന്നെ ഇപ്പൊ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. അതൊക്കെ ആയിക്കോട്ടെ. പോർട്രേ ചെയ്തു എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. പോർട്രേ എന്നെ ഇപ്പൊ ഞാൻ ഇന്ന തരത്തിലുള്ള ആളാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമാണല്ലോ. അപ്പൊ അതാണല്ലോ നീ പറഞ്ഞത്. ആണോ? ആണോ? ഞാനാണോ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സാക്ഷി? ഉടായിപ്പ് ഡയലോഗ് അടിക്കല്ലേ? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായിപ്പ് ഡയലോഗ് അടിച്ചു ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നീ പറയുന്ന കാര്യം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയല്ലേ റസൂലക്ക? എന്റെ കൂടെ നിൽക്കാന്ന് പറയുന്നത് എന്നിട്ട് എന്റെ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ കോൺഫിഡൻസ് തരാം, നിങ്ങൾ എല്ലാവരും അവളോട് നിൽക്കും, നിങ്ങൾ ഒന്ന് വിളിക്കുക, അവളെ പോയ വാക്കുകൾ അവള് ശരി അവള് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കണക്ട് ചെയ്യാൻ നോക്കാത്ത എന്താ? എന്റെ ഫ്രണ്ട്സിനെ എന്നെ മാറ്റി നിർത്താനല്ലേ നോക്കിയത്? അച്ഛനാവട്ടെ, ഷാലു ആവട്ടെ, നീ ആവട്ടെ, അന്നമ്മ ആവട്ടെ. അന്നമ്മ നിങ്ങൾക്ക് പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അന്നമ്മയെ വിട്ടേക്ക്, അന്നമ്മയോടുള്ള കാര്യം വിട്ടേക്ക്. അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അന്നമ്മയെ നിങ്ങൾ വിട്ടേ. പക്ഷെ അച്ഛായന്റെ അടുത്തും ദിയെ അടുത്ത് നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അന്നമ്മയും ദിയയും കോൺഫറൻസ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നീ അല്ല ദിയോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു അവസരത്തിൽ ദിയോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? അവളെ വിക്ടിമൈസ് ചെയ്യാൻ നിങ്ങൾ കൂട്ടുനിൽക്കരുത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങള് അവരുടെ അടുത്ത് നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഇനി അവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം
നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ശരി. അപ്പം ഏതായാലും ഈ വീഡിയോ കണ്ടത് കൂടി നമുക്ക് ഫിറോസ് ഖാനെതിരെയുള്ള ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഏകദേശം ഒരു തീരുമാനമായി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഭർത്താവിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കേട്ടു കാണും. ആ ഒരു ഭർത്താവിനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴുള്ള അവിഹിതം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, എൻ്റെ ഇപ്പോഴുള്ള ഭർത്താവിൻ്റെ കൂടെയുള്ള ഫോട്ടോ എന്ന് പറയുന്നതാണ്. അതാണ് റസൂൽ പൂക്കുട്ടിയുമായുള്ള ഫോട്ടോ ഇതിന് മുന്നേ അവരുടെ ചാനലിൽ വന്നത്. ആ സമയത്ത് അവർ വന്ന് പിന്നെയും പറഞ്ഞിരുന്നു എൻ്റെ ചാനൽ ആരോ ഹാക്ക് ചെയ്തതാണ്, ഞാൻ പോസ്റ്റ് ചെയ്തതല്ല, മറ്റാരോ ചെയ്തതാണ് എന്നൊക്കെ പറയുന്ന കളവ് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇനി ഏതായാലും അതുപോലെ തന്നെ ഈ ഫിറോസ് ഖാനെതിരെ ഇപ്പോൾ കേസും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടും മലയാളികളുടെ മുന്നിൽ തീർച്ചയായിട്ടും ഇവരുടെ ചീട്ടുകൊട്ടാരം പോലെ ഇവർ നുണ ഇപ്പോൾ അടക്കി പൊളിച്ചിരിക്കുകയാണ് ഫിറോസ് ഖാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഫിറോസ് ഖാൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഓരോ തെളിവുകൾ വളരെ വ്യക്തമായിട്ട് ഏതൊരു വിവരമുള്ള മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഒരു ഓഡിയോ ക്ലിപ്പ് കൊണ്ടുവന്നതും അതിനെ എന്തൊക്കെ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കുണ്ടോ അത് സ്വാധീകരിക്കുന്ന രീതിയിലുള്ള എല്ലാ ഓഡിയോ ക്ലിപ്പുകളും നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. റസൂൽ പൂക്കുട്ടിയുമായിട്ട് ഒന്നല്ല അതിലധികം പ്രാവശ്യം ഈ സഹോദരി ഗർഭിണിയായിരുന്നു എന്നും ആദ്യത്തെ കുട്ടി അബോഷനായിപ്പോയി എന്നും രണ്ടാമത്തതിനെയും ഈ ഒരു കോരത്തിലേക്ക് എത്തിച്ചു എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് സജിന അതിന് പാരിതോഷികമായിട്ടൊക്കെ ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടത്. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഇവർ എന്ന് നമുക്ക് വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ എന്തുമാത്രം വലിയതാണ് അല്ലെങ്കിൽ ഗുരുതരമാണ് എന്ന് ഇതിന് മുന്നേ ഫിറോസ് ഖാൻ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ല. ഏതായാലും ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കാണും ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഒരു സംശയ ദൂരീകരണത്തിന് കൂടി വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ സഹോദരിയുടെ കൂടെ നിന്നുകൊണ്ടായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. കാരണം ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഫിറോസ് ഖാനെതിരെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ഇവർ പറയുന്നത് സജിന പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് സജിനയെ സപ്പോർട്ട് ചെയ്തായിരുന്നു നമ്മളെ വീഡിയോ ചെയ്തത്. ഏതായാലും സജിന 100% തെറ്റുകാരിയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടതെന്ന് വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.